അൽക്ക് മീമി യുവി റെഡി ആയിട്ടുണ്ട്. യുവിയുടെ ഹാപ്പി ബർത്ത്ഡേക്ക് പോവാണോ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ യുവി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇപ്പൊ ബർത്ത്ഡേ സോങ് കേട്ടാ ക്ലാപ്പ് ചെയ്യണം എന്നറിയാം അല്ലേ? നമ്മൾ രാവിലെ നേരത്തെ എണീറ്റ് എല്ലാവരും റെഡിയായി ഇത് ഫസ്റ്റ് ബാച്ച് പോവാൻ വേണ്ടി ഇറങ്ങുന്നു. ഫസ്റ്റ് ബാച്ച് വരുന്ന നമ്പർ 1 അൽക്ക, വൈശാഖ് സാർ, ഐഷു, വിഷ്ണു, യുവി. നമ്മൾ ഡിമോറയിലോട്ട് ഇറങ്ങുകയായി. മമ്മി വിത്ത് യുവി. യുവിയുടെ ഡ്രസ്സ് നമ്മൾ ഡീസിറ്റിലാട്ടോ. അവിടെ പോയിട്ട് ഇടിക്കാൻ, ഇല്ലെങ്കിൽ അവിടെ എത്തുമ്പോക്ക് ചുളിഞ്ഞ് ചപ്പറ പറയിട്ടുണ്ടായിരിക്കും കാറ് കിടന്ന് ഡാൻസ് കളിച്ചിട്ട്. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇതാണ് നമ്മൾ കുറച്ചൊരു സിമ്പിൾ ലുക്ക് പിടിക്കാനാണ് ശ്രമിച്ചത്. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഡ്രസ്സ് അവിടെ. അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് ചെയ്യാം. എന്താ പ്രോബ്ലം എന്നറിയോ? ഞാനൊന്നും ചാർജ് ചെയ്തിട്ടില്ല എൻ്റെ ഗാഡ്ജറ്റ്സ്. അതാണ് വിഷ്ണുവിൻ്റെ പ്രോബ്ലം. ഇതാണ് വിഷ്ണുവിൻ്റെ കോസ്റ്റ്യൂം. കാണിക്കൂ. എടോ ചാർജർ വേണമെങ്കിൽ ഒന്ന് എടുക്കായിരുന്നു. എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നാലോ? മറ്റേ അഡാപ്റ്റർ എടുത്തോ അതിൻ്റെ? താൻ ഈ ഇടയായിട്ട് മുടുക്കനാട്ടോ. എന്തൊരു നല്ല ചെക്കനാണ്. ഇരുന്നൊരു നഖമുട്ടിക്കൽ. ഏത് ഷെയ്ഡാ കാണിക്കൂ. ഞാനിപ്പോ റീസെന്റ് ആയിട്ടാണ് ഡ്രസ് ചെയ്യുമ്പോ അതിന് മാച്ച് ചെയ്തിട്ട് നഖ ഒട്ടിക്കാൻ തുടങ്ങിയത്. എന്റെ ഇത് നന്നായിട്ടുണ്ട്, കൊള്ളാം. എടാ എനിക്ക് ഇങ്ങനെ ഡ്രസ് ചെയ്തിട്ട് നഖട്ട് കഴിഞ്ഞ് കൊച്ചിനെ എടുക്കാൻ കുറച്ച് ടഫാണ്. വായേ തോന്നിയത് വിളിച്ചു പറയരുത്. കോണ്ടെക്സ്റ്റ് യുവിനെ പറ്റിയിട്ടുള്ള അതിലെങ്ങനെയാണ് ജർമ്മനി തോറ്റത് എന്നാണ് പറയുന്നത്. എന്താണ് പറയേണ്ടത്? നിന്റെ ഇമോഷൻസ് ആണ് പറയേണ്ടത്, അല്ലെങ്കിൽ നിന്റെ ഫീലിങ്സ് ആണ് പറയേണ്ടത്. കരഞ്ഞാ പോരാ. വെൽക്കം സ്പീച്ച് പഠിച്ചിട്ടുണ്ടോ? അൽക്ക കോപ്പി അടിക്കാൻ പാടില്ല വൈശാഖ് സാർ പറയണത്. വൈശാഖ് സാർ സ്പീച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വിഷ്ണുവിന്റെ വകയാണെന്ന് വെൽക്കം സ്പീച്ച്. വിഷ്ണു വന്ന് എല്ലാവരും വെൽക്കം ചെയ്യും. മുന്നേ നമ്മൾ ചെയ്ത പോലെ തന്നെ വളരെ ഇമ്മീഡിയറ്റ് ഫാമിലി മാത്രമുള്ള ഒരു കുട്ടി സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ യുവി കേക്ക് കട്ട് ചെയ്യുന്നു. കുറച്ച് ആൾക്കാർ യുവിനായിട്ടുള്ള നല്ല മെമ്മറീസ് കുറച്ച് ഷെയർ ചെയ്യുന്നു. 1-2 ഗെയിമൊക്കെ കളിക്കുന്നു. അത്രേ ഉള്ളൂ. യുവിക്ക് എൻ്റെ അടുത്തേക്ക് വരണം. അതാണ് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാനിപ്പോൾ കഴിഞ്ഞൊരു ഒരാഴ്ചയായിട്ട് ഹാപ്പി ബർത്ത്ഡേ പാടി കൊടുത്തിട്ട് ആ പാട്ട് കേട്ടാൽ അവനറിയാം അവൻ എന്തോ ഒരു അറ്റൻഷൻ കിട്ടുന്ന സംഗതിയാണെന്ന്. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ 11 മണിക്കാണ് കേട്ടോ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 12 മണിക്കാണ് കേട്ടോ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സമയം ചെറുതായി മാറിപ്പോയി. അങ്ങനെ ചിരിക്കണമെന്നില്ല. അപ്പോൾ അല്ല 12 മണിക്കാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ കേക്ക് കട്ടിങ്ങും അതിനുശേഷം യുവിനെ പറ്റിയിട്ടുള്ള കുഞ്ഞ് മെമ്മറി ഷെയറിങ്ങും 1-2 കുട്ടി ഗെയിമും ഒക്കെ ആയിട്ട് ഒരു 35 പേരിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി ഫംഗ്ഷൻ. ഫസ്റ്റ് ബർത്ത്ഡേ ആകുമ്പോൾ നമുക്കിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു വിഷമമായിരിക്കും. അതിൻ്റെ പേരിൽ നമ്മൾ അടുത്ത ഞായറാഴ്ച നോക്കിയിട്ട് ചെയ്യുന്ന ഒരു സെലിബ്രേഷൻ കേട്ടോ. തിരിച്ചു പോയിട്ട് ഇവരുടെ ഡേ കെയറിൽ നമുക്ക് ഡേ കെയറിൽ നമുക്ക് കൊടുത്തയക്കണ്ടേ? എനിക്കറിയില്ല അവിടുത്തെ ഡേ കെയറിൽ എങ്ങനെയാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത്. ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തയക്കൽ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയോ അവരുടെ ലിസ്റ്റിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കലും യുവിക്ക് സ്കൂളിലോ ഡേ കെയറിലോ ബർത്ത്ഡേ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എപ്പോഴും ജൂലൈയിലാണ് അവൻ്റെ ബർത്ത്ഡേ വരിക. എപ്പോഴും അല്ല, ജൂലൈയിലാണ് അവൻ്റെ ബർത്ത്ഡേ വരിക. എന്തൊക്കെയാണ് ഞാൻ പറയണത്? അതെ, ജൂലൈയിലാണ് അവൻ്റെ ബർത്ത്ഡേ വരിക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സമ്മർ വെക്കേഷൻ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഒന്നെങ്കിൽ സ്കൂള് അടയ്ക്കുന്നതിന്റെ മുന്നേ അല്ലെങ്കിൽ സ്കൂൾ തുറന്നിട്ടൊക്കെ നമ്മൾ നോക്കി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ടി വരും. ഇത്തവണ നമ്മൾ തിരിച്ചെത്തിയിട്ട് സെപ്റ്റംബറിലാണ് ഇനി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഡേ കെയറിൽ. എന്താ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. വെന്യൂലെത്തിയിട്ടോ. അച്ഛനെത്തി ഇവിടെ? അങ്ങനെ അച്ഛനെത്തി? അച്ഛൻ പറഞ്ഞോ? നമ്മൾ ഇറങ്ങിയിട്ടാണല്ലോ അച്ഛൻ ഇറങ്ങിയത്. മറ്റേ ടോള് കൊടുക്കാറില്ല എന്നല്ല, മറ്റേ വഴിയെ വരാറ് എന്ന്. ടോള് കട്ട് എന്താണോ പറയുമ്പോ ക്ലാരിറ്റിയോടെ ഇവിടെ പറയൂ. മാഡം പ്ലീസ്. വിഷ്ണുവിന്റെ കോസ്റ്റ്യൂം ഇതാട്ടോ, നേരത്തെ കാണിച്ചായിരുന്നു അല്ലേ? അത് അമ്മ, അച്ഛൻ, ഇത് വൈശാഖ് സാർ. ഹായ്. ഹലോ ഹലോ. യുവിയുടെ ഹാപ്പി ബർത്ത്ഡേ ഡ്രസ്സാണ്. ഒന്ന് കാണിക്കൂ.
ഒന്ന് ബാക്ക് കാണിക്കോ അവന്റെ? ആ മറ്റേ ഇത് അല്ല, അത് ഇത് മറ്റേ വൺ ഹാപ്പി ബോയ്, നമ്മുടെ തീം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ തീം, വൺ ഹാപ്പി ബോയ്. ആൽക്ക വയറ്. ഹേ യുഷ, ഹലോ. ഹേ ശിവ്. ഹേ ആരുഷ്. ഹലോ. ഞാൻ വന്ന് ഡോറ് തുറന്ന് ഈ ഒരു ഡെക്കോർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണോ ഞാൻ മനസ്സിൽ കണ്ടത് അതന്നെ ഞാൻ ഇങ്ങനെ നേരിൽ കണ്ടൊരവസ്ഥയായിരുന്നേ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഈ ഫംഗ്ഷൻ ഔട്ട്ഡോർ ചെയ്യണമെന്നായിരുന്നു. കാരണം ഈ കളേഴ്സൊക്കെ ആകുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ പുറത്ത്. പക്ഷെ മഴയുടെ ഒരു ചെറിയ പേടി കാരണം നമ്മൾ ഹോളിൻ്റെ അകത്തോട്ടാക്കിയതാട്ടോ. എൻ്റെ വളകാപ്പ് തൊട്ട് നമ്മൾ ഡ്രീം വെഡിങ് ഇവൻസിൻ്റെ ഒപ്പമാണ് കേട്ടോ എല്ലാ ഫംഗ്ഷൻസ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇത്തവണ ഇവരുടെ ഒപ്പം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്താണോ ഞാൻ പറഞ്ഞത് അത് തന്നെ അവരിത് സ്റ്റേജിലാക്കി തന്നിട്ടുണ്ട്. വളകാപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അന്ന് തന്നെയാണ് ഞാൻ അമിതേനെ പരിചയപ്പെടുന്നത്. ആത്മാ ബൈ അമിത നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് അമിതേനെ പരിചയപ്പെടുന്നെങ്കിലും ഇപ്പം എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിലുള്ള ഒരാളാണ് കേട്ടോ അമിത. അമിത തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അമിതീൻ്റെ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ വന്നിട്ടുണ്ട്. ഷട്ടർ ഡിസൈൻസ് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫി കമ്പനിയാണ് കേട്ടോ ഇന്ന് ഫോട്ടോ എടുക്കുന്നത്. യുവിയുടെ ചോറൂണ്ട സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഇവരെ പരിചയപ്പെടുന്നത് കേട്ടോ. അന്ന് നമ്മൾ പറഞ്ഞു കൊടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ അതേപോലെ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ ഒപ്പം തന്നെയാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി. ഇനി പരിപാടി തുടങ്ങുന്നതിന്റെ മുന്നേ ഫ്രഷ് ലുക്കിൽ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. ഞാൻ ഇടയിൽ കൂടെ സമയം ഉണ്ടാക്കി താഴെ പോവാട്ടോ. അതത്ര ചിരിക്കുന്നൊന്നുമില്ല താഴെ പോണേന്ന്. പക്ഷെ കുഴപ്പമില്ല, ഈ ഫോട്ടോ നാളെ കാണുമ്പോൾ ചിരിച്ചോളൂ. ദീമേമി ഹരീഷ് മാമിയും ഒക്കെ എത്തിയിട്ടുണ്ട്. നോക്കി നോക്കൂ എന്ത് അടിപൊളി കളർ കോഡിലാണ് അവർ വന്നിട്ടുള്ളത്. അപർണയുടെ ഗൗണും ആമിയുടെ ഈ ഒരു ഡ്രസ്സും കൂടെ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ളത് ആത്മയെ തന്നെ കേട്ടോ, അമിതയുടെ അടുത്തുനിന്ന്. എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 10-15 മിനിറ്റും കൂടെ ഉണ്ടാവുള്ളൂ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. മുന്നേ ചോറൂണ്ട സമയത്ത് എന്ത് ഈസി ആയിരുന്നു യുവീനായിട്ട് ഫോട്ടോസ് എടുക്കാമെന്ന് അറിയോ. നമ്മളൊരു 10 മിനിറ്റിൽ പ്ലാൻ ചെയ്ത് 10 മിനിറ്റിൽ തന്നെ തീരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടെ വികൃതിയൊക്കെ കൂടിയപ്പോഴേ ഒരിക്കലും നമ്മൾ വിളിച്ച വഴിക്ക് വരികയില്ല. അതുകൊണ്ട് കുറേ എക്സ്പീരിമെൻസിലാണ് നമുക്ക് കുറച്ച് ഫോട്ടോസെങ്കിലും കിട്ടിയത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി ഇവർക്ക് മറ്റേ റെഫറൻസ് പിക്ചേഴ്സ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എങ്ങനത്തെ ഫോട്ടോസാണ് വേണ്ടത്. അതുകൊണ്ട് ഒരുപാട് ക്ലിക്ക് ചെയ്യേണ്ട, എനിക്ക് കുറച്ച് നല്ല ഫോട്ടോസ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യുവി എന്തായാലും കൂടുതൽ സഹകരിക്കാത്ത കാരണം ഞാൻ എൻ്റെ തന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചേ. നമ്മുടെ ചെറിയൊരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞുണ്ടോ, അകത്ത് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരെയും കണ്ടിട്ടില്ല. വരുന്ന വഴിക്ക് ഇങ്ങനെ ജസ്റ്റ് ഹൈ ബൈ ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം യുവിക്ക് ഒരു കുട്ടി എൻട്രി വെച്ചിട്ടുണ്ടോ, വീൽസ് ഓൺ ദ ബസ് പാട്ട് വെച്ചിട്ടാണ്. യുവിക്ക് എങ്ങനെയാണോ അതിന് മുന്നേ എങ്ങനെ നമ്മൾ ഈ തീമിക്ക് എത്തിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്ത് തീമാണ് യുവിയുടെ ബർത്ത്ഡേക്ക് ചെയ്യുക എന്നുള്ളത് കുറേ ആലോചിച്ചു കേട്ടോ. പക്ഷെ യുവിനായിട്ട് കണക്ട് ചെയ്യുന്ന ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആലോചിച്ചു ഇവൻ്റെ ഫങ്ഷൻസ് തന്നെയാണ് എൻ്റെ ബേബി ഷവറിൻ്റെ സമയത്ത് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു, ഹിയർ കംസ് ദ സൺ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ വരുന്നത് തന്നെ ഏകദേശം കളേഴ്സ് നമുക്ക് എടുക്കാം. ഒപ്പം നമുക്ക് വൺ ഹാപ്പി ബോയ് എന്നുള്ള തീം എടുക്കാമെന്ന് വിചാരിച്ചു. ഇവൻ അധികം ചിരിച്ച് ഹാപ്പി ആയിട്ടൊരു കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് വൺ ഹാപ്പി ബോയ് എന്നുള്ള തീമിൽ നമ്മൾ മെയിൻലി 3 കളേഴ്സ്, ഈ കാണുന്ന 3 കളേഴ്സ് വെച്ചിട്ട് ആണ് നമ്മൾ ഈ തീം പ്ലാൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് ഏകദേശം. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ തീമിക്ക് എത്തിയത്. ഞാൻ ഈ ഒരു ക്ലിപ്പ് എഡിറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കായിരുന്നു കേട്ടോ, ഇതിലെ കുറേ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇന്നായിരിക്കും ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ ഇവർക്ക് ഒട്ടും അറിയാത്ത പോലത്തെ ഒരു ഫീലിംഗ് ഇല്ല. കാരണം ഞാൻ പറഞ്ഞ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാം. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ വഴി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൂടുതൽ നന്നായി സംസാരിക്കുന്നു, അടുക്കുന്നു ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? യുവിയുടെ ബർത്ത്ഡേനെ കൊണ്ട് ഞാൻ അവിടുത്തെ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ബെസ്റ്റ് ഫ്രണ്ടിന് കുഞ്ഞുണ്ടാവുക പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ വേറെ ലെവൽ ഓഫ് ഇമോഷൻ എന്നുള്ളത്. അന്ന് അവൾക്ക് മനസ്സിലായില്ല, ഇന്ന് അവൾക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവനെ കാണുമ്പോൾ ചിൽഡ്രൻ ഇസ് ഓൾവേസ് എ ജോയ്. പക്ഷേ ഭയങ്കര ഒരു വികാരമാണ്. യുവീനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഫീലിംഗ് തന്നെയാണത്. എന്താ പറയാൻ എനിക്ക് വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഒരു സെക്കൻഡ് മദർ എന്നുള്ളൊരു ഫീലിംഗ് ശരിക്കും വരും. It's just very, very special. Very special. അപർണയാണെന്ന് യുവിക്ക് വേണ്ടി കോമ്പയർ ചെയ്യുന്നത് കേട്ടോ. അപർണ പറയുമായിരുന്നു യുവിയുടെ വളകാപ്പിലാണ് അപർണ ആദ്യമായിട്ട് കോമ്പയർ ചെയ്ത് തുടങ്ങുന്നത്. പിന്നെ യുവിയുടെ അറൈവൽ പാർട്ടിയും ഇപ്പതേ യുവിയുടെ ബർത്ത്ഡേ, അങ്ങനെ യുവിയുടെ ഫംഗ്ഷൻസ് മാത്രം കോമ്പയർ ചെയ്യുന്ന ഒരാളാണ് അപർണ എന്ന്. Please put your hands together for the cutest birthday boy, the little superstar, Yuvan.
യുവിയുടെ എൻട്രിയുടെ സമയത്ത് കുഞ്ഞൊരു പാട്ട് ഏതെങ്കിലും വെക്കണം നമ്മളിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും അപർണയും കൂടെ ഒരേ സമയം പറഞ്ഞതായിരുന്നു നമുക്ക് വീൽസ് ഓൺ ദ ബസ് വെക്കാമെന്ന്. കാരണം എന്തെങ്കിലും ഒരു കണക്ഷൻ ബർത്ത്ഡേ ബോയിനായിട്ട് വേണമല്ലോ. ഈ പാട്ട് എന്തുകൊണ്ടല്ല പിള്ളേർക്ക് ഇത്ര ഇഷ്ടം? എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ അന്ന് ബെർലിനിൽ പോകുന്ന സമയത്ത് ആംസ്റ്റർഡാം തൊട്ട് ബെർലിൻ വരെ നമ്മൾ ഏകദേശം 10 മണിക്കൂർ ഈ പാട്ട് ലൂപ്പിലിട്ടിട്ടാണ് അതുവരെ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുവിനെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്ന പാട്ട് എല്ലാ പിള്ളേരെയും പോലെ വീൽസ് ഓൺ ദ ബസ് തന്നെയാണ്. നമ്മളിങ്ങനെ ഫംഗ്ഷനൊക്കെ നടത്തുമ്പോൾ കളേഴ്സ് എല്ലാം വെച്ചിട്ട് നമ്മുടെ മൈൻഡിലൊരു ധാരണ ഉണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയായിരിക്കും സ്റ്റേജ് കാണാൻ എന്നൊക്കെ. അതേപോലെ തന്നെ ഉണ്ടായിരുന്നു ഡെക്കോർസ് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോ യുവിയെ കുറിച്ചുള്ള കുട്ടി കുട്ടി മെമ്മറീസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് യുവിയുടെ മെറ്റേണൽ ഗ്രാൻഡ്മ വീരോരമ ക്ഷണിക്കാം. എന്താ പറയേണ്ടതെന്ന് അറിയണില്ല. ഞാൻ അവൻ്റെ ഒപ്പം ഒരുപാട് ഉണ്ടായിട്ടില്ല. കുറേ അവർ ആംസ്റ്റർഡാമിലായിരുന്നല്ലോ. എന്നാലും ഡെലിവറി സമയത്തും അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന സമയത്തും പിന്നെ ഇപ്പോഴൊക്കെ കൂടെയുണ്ട്. അപ്പോൾ കൂടെ ചിലവഴിക്കാനുള്ള സമയം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദൂരെയുള്ള മക്കളൊക്കെ ആവുമ്പോൾ അവര് കുട്ടികളെ നോക്കാനും അവരുടെ ഒപ്പം സമയം ചെലവഴിക്കാനൊന്നും ഇത്രയധികം സമയം കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ എനിക്ക് കൂടുതൽ സമയം അവരോടൊപ്പം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ യുവാനെ പറ്റി പറയുകയാണെങ്കിൽ യുവാൻ അങ്ങനെ വലിയൊരു വാശിയൊന്നും ഇല്ലാത്ത കുട്ടിയാണ്. വളരെയധികം അങ്ങനെ വാശി പിടിച്ച് കരയുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവനായിട്ട് ഇടപെടാൻ വളരെ സുഖമാണ്. ഇപ്പോൾ നാട്ടിലെത്തിയപ്പോൾ ഐശ്വര്യ ബിസി ആയത് കാരണം അവൻ്റെ ഫുൾ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചതാണ് അവള്. അതുകൊണ്ട് അവനിപ്പോൾ ഐശ്വര്യയേക്കാൾ താല്പര്യം ഐശ്വര്യ എടുത്തിരിക്കുമ്പോൾ വേഗം എൻ്റെ അടുത്തേക്ക് ചാടി വരാറുണ്ട്. അതിനെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ചെയ്തോളൂ. അടുത്തതായിട്ട് വിഷ്ണുവിന്റെ അമ്മ. എന്തായാലും ഫസ്റ്റ് ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഹാപ്പി മൊമെന്റ് തന്നെയാണ്. നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരെ കൂടെ അത് യുവിൻ്റെ ഈ സന്ദർഭം ചെലവഴിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഗ്രാൻഡ് പാരൻസ് ആവുക, രണ്ടാമത്തെ പ്രാവശ്യമാണ് ഗ്രാൻഡ് പാരൻ്റ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗിളാണ്, ശരിയാണ്. നമ്മൾ ഓരോ വയസ്സ് ഇവരെ സമാധാനിപ്പിക്കാൻ വേണമെങ്കിൽ പറയും 1 വയസ്സായാൽ കുറച്ച് പേരായിരിക്കും, പിന്നെ 5 വയസ്സെന്ന് പറയും, പിന്നെ 10 വയസ്സെന്ന് പറയും. പക്ഷെ അതിങ്ങനെ നമ്മൾ ജീവിതകാലം മുഴുവനും പാരൻറ്റ്ഹുഡ് നല്ലൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് ആദ്യം പറയാൻ പറ്റില്ലല്ലോ അവരോട്. അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു വിഷമം അവർക്കും ഉണ്ട്. ഏതായാലും ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ലൈഫ് സ്റ്റൈലിലും ഒക്കെ വരും. അപ്പം അതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്. പിന്നെ യുവിയെ കുറിച്ച് ഒന്നും പറയാനില്ല, പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത കാര്യമല്ലേ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇവിടെ അത് നേരിട്ട് കണ്ട ഒരാൾ വേറൊരാൾ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പൊ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ദീപ ചേച്ചി. അതുകൊണ്ട് ഞാൻ ആദ്യമേ വിളിച്ചു. യുവി വേൾഡ് ഫിസിക്കലി വന്നപ്പോൾ ഐഷു വിഷ്ണുവിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ആദ്യം കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതെ ഷുവി, ഐഷു ആണെങ്കിലും വിഷ്ണു ആണെങ്കിലും ആംസ്റ്റർഡാം വന്ന കാലം മുതൽ വി ആർ ഫ്രണ്ട്സ് ആൻഡ് ഷീ ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. എൻ്റെ അനിയത്തിയാണ് ഐഷു. അങ്ങനെ തന്നെയാണ് ഞാൻ അവളെ എപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോൾ അവളുടെ പ്രസവത്തിന് പോകാൻ പറ്റുന്നതൊക്കെ എനിക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് തോന്നിയത്. ആൻഡ് ഐ വാസ് സോ ഇമോഷണൽ. ആൻഡ് എൻ്റെ മൈൻഡിൽ ഞാൻ ഇതുവരെയും ശിവനെ പ്രസവിച്ചു എന്നല്ലാതെ ആരുടെയും പ്രസവത്തിന് പോയിട്ടില്ല. പക്ഷേ ഇറ്റ് വിൽ ഓൾവേസ് ബി എ സ്പെഷ്യൽ മെമ്മറി ഐഷു. താങ്ക് യു ഫോർ allowing me to experience that. അപ്പോൾ പിന്നെ യുവിനെ പ്രസവിച്ച് കണ്ടപ്പോൾ ഐഷുവിൻ്റെയും വിഷ്ണുവിൻ്റെയും ആ ഒരു ഫസ്റ്റ് മൊമെൻറ്റ്, ഫാമിലിയിൽ എല്ലാവരെയും വിളിച്ചറിയിച്ച ആ ഒരു മൊമെൻറ്റ്, അതൊക്കെ കണ്ടപ്പോൾ ഐ വാസ് ഗെറ്റിംഗ് ഗൂസ് ബംപ്സ്. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് അതൊക്കെ കണ്ടു. ഒരു ഫാമിലി മുഴുവൻ ഒരു കുട്ടി പ്രസവിച്ചപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കണ്ടു. ആൻഡ് ദാറ്റ് വാസ് സച്ച് എൻ ഇമോഷണൽ മൊമെൻറ്റ് ആൻഡ് ഇറ്റ് സ്റ്റേസ് വിത്ത് മീ ഓൾ ദ ടൈം. അത് കഴിഞ്ഞ് രാത്രി മുഴുവൻ ഞാൻ അവനെ എടുത്തിട്ട് ഇങ്ങനെ കുറേ നേരം ഡോക്ടറിനോട് ആ റൂമിൽ നിന്ന് പോണ വരെയും ഞാൻ അവനെ എടുത്ത് ഇങ്ങനെ നോക്കിയിരുന്നു. കാരണം എനിക്ക് എപ്പോഴും യുവിനെ കണ്ടപ്പോൾ ഞാൻ ശിവനെ പ്രസവിച്ച ആ മെമ്മറിയിലേക്കും പോയി. ബിക്കോസ് എവറി ടൈം വൺസ് യുവർ എ മദർ വെൻ യു സീ എ ബേബി യു ഗോ ബാക്ക് ടു യുവർ ഡെലിവറി ടൈംസ് ഓൾസോ. അപ്പോൾ എനിക്ക് എപ്പോഴും ശിവനെയും യുവിനെയും കണ്ട അവർക്ക് നല്ല ചായ ഉണ്ടെന്ന് തോന്നും. അപ്പോൾ ഞങ്ങൾ ബർത്ത് സിസ്റ്റേഴ്സ് അല്ല, പക്ഷെ ഞങ്ങളുടെ കുട്ടികൾക്ക് എന്തോ നല്ല ചായ ഉണ്ട്. So that's all, Aishu. Yuvi, wish you health, happiness and all the good things in life. God bless you. എന്താ പറയണ്ടെന്ന് അറിയണില്ല. ഞാൻ അവളോട് ഇവിടെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോൾ
അത് വേറെ തന്നെ ഒരു ഇമോഷനാണ്. ലൈക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, അതായത് ഇവളുടെ ഒരു മിനി വേർഷൻ കാണുക, അത് ഭയങ്കര ഒരു ഇമോഷനാണ് കേട്ടോ. അപ്പൊ എനിക്ക് പറയാൻ അതുകൊണ്ടായില്ല. അപ്പൊ ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയി നമ്മൾ അറിഞ്ഞപ്പോ ദാറ്റ്സ് ദ എക്സാക്ട് സെയിം തിങ് ഷീ ഫെൽറ്റ്. അപ്പൊ അവള് പറയേണ്ടത് ഇതെങ്ങനെ അത് പറയണ്ടേന്ന് അറിയില്ല. കാരണം സീയിങ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്സ് മിനി വേർഷൻ അത് ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. അപ്പൊ വിഷിങ് നത്തിങ് ബട്ട് ദ ബെസ്റ്റ് ഫോർ യുവി. എനിക്ക് എന്റെ മോനെ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഒരു അവനെ ജനിച്ച അവനെ വീഡിയോ കോളെ വിളിച്ച് കാണിക്കുമ്പോഴും എനിക്കൊരു കുട്ടി ഉണ്ടായ ഒരു ഫീൽ തന്നെയായിരുന്നു. സോ വിഷിങ് നത്തിങ് ബട്ട് ദ ബെസ്റ്റ്. ഞാൻ അവനെ കൊണ്ട് മീമിന്ന് കണ്ടു എന്നെ വിളിപ്പിക്കുക. മാമി മേമ ഒക്കെ ഇത്തിരി വർക്ക് സ്റ്റൈലായി നോക്കിയത് കൊണ്ട് മീമി എന്നാക്കി. എക്സ്പീരിയൻസ് ബേസിക്കലി ദീപെല്ലാം സമമായിരുന്നു. ബട്ട് യുവി വന്നതിന് ശേഷം അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവന്റെ ഏജ് ഗ്രൂപ്പിൽ ഞാനായിരുന്നു ആദ്യമായിട്ട്. അപ്പൊ ദിബിൻ ചേട്ടൻ പറഞ്ഞ ശരിയാട്ടോ. യുവിക്ക് കുറച്ചിങ്ങനെ ആൾക്കാരെ മനസ്സിലാവാൻ തുടങ്ങിയപ്പോഴേ ദിബിൻ ചേട്ടനെ കാണുമ്പോൾ എപ്പോഴും ഭയങ്കര സന്തോഷവും കളിയും ചാട്ടവും ഒക്കെ ആയിരുന്നു. ഐഷുവിനെ പരിചയപ്പെട്ടതിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ് വിഷ്ണു. അതായത് ഞങ്ങളുടെ വൈഫ് തമ്മിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ ഞങ്ങള് സംസാരിച്ച വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നതൊക്കെ. പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നുന്ന ആൾക്കാർ പറഞ്ഞ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഫീലിംഗ് ആണ്. നമുക്ക് സ്വന്തം കുട്ടീനെ പോലെ ഇപ്പൊ എന്റെ അനിയത്തിയുടെ കുട്ടിയൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് ഏത് ഫീലിംഗ് ആണ് എനിക്ക് ഉണ്ടായിരുന്നത് അതേപോലെയാണ്. ആ ഒരു ഫ്രീഡം നമുക്ക് കിട്ടുക ഒരു എന്താ വെച്ചാൽ നമ്മളങ്ങനെ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടൊന്നും അല്ല യുവിയുടെ അടുത്ത് പിന്നെ പറഞ്ഞത്. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫീലിംഗ് ആണ്. പിന്നെ ഇങ്ങനെ ആദ്യം അച്ഛനായതിലൂടെ എന്നെ ഒരുപാട് പറഞ്ഞു പേടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ജേർണി ഇങ്ങനെ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പറയാനൊക്കെ അത് കുറച്ച് പേടി ഉണ്ടെങ്കിലും പക്ഷെ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബ്യൂട്ടിഫുൾ ജേർണി. അപ്പോൾ wishing both of you wonderful parents. You have been great parents for the last 1 year. I'm sure it's going to continue like that, and Yuvi is going to be a fantastic, brilliant boy. Wishing you nothing but the best. Happy birthday. Thank you. നമ്മുടെ ഫാമിലിയാണ്. പിന്നെ അവള് എന്റെ അനിയത്തി കുട്ടിയാണ്. അപ്പൊ തന്നെ ഭയങ്കര സന്തോഷം. ഹാപ്പി ബർത്ത്ഡേ ടു യു. വന്നേക്കാൻ വിചാരിച്ചു. യുവിനെ പറഞ്ഞതിന് മുന്നേ ഐശ്വര്യനാണല്ലോ പറയേണ്ടത്. ഞാന് നമ്മുടെ വീട്ടിലെ 3ാമത്തെ ആളാണ് ഞാൻ. അപ്പോ ഐശ്വര്യ ഉണ്ടായപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ അത്ഭുതമായിട്ട് തോന്നിയത്. കാരണം വീട്ടിലെ ആദ്യം ഉണ്ടാവുന്ന കുട്ടിക്ക് എല്ലാവർക്കും, അതായത് എനിക്ക് കുട്ടി ഉണ്ടായതിനേക്കാളും ഐശ്വര്യ ഫസ്റ്റ് കുട്ടിയായി വന്നപ്പോ ചേച്ചി ഞാനൊരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഐശ്വര്യ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഐശ്വര്യനെ കണ്ട ആ കാര്യമാണ് ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞാണ് പറയുമ്പോൾ ആലോചിച്ചത്. പിന്നെ അതേപോലെ എൻ്റെ ചെറിയ മോള് ആമി, ഇവിടെ അറിയാത്തവരില്ല, ആമി ഉണ്ടായിരുന്ന സമയത്ത് അതേ ഒരു കാര്യമാവോ ഐശ്വര്യക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ആമി ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ആമിനെ ബേബി സിറ്റ് ചെയ്തിട്ടാവും ഐശ്വര്യ ശരിക്കും പഠിച്ചത് കുട്ടികളുണ്ടാകുമ്പോൾ നോക്കുന്ന കാര്യം. കാരണം ആമി ചെറുതായിരുന്നപ്പോൾ സ്ഥിരമായി വീട്ടിൽ വന്ന് കുട്ടീനെ നോക്കലും അതുപോലെ അവളെ കളിപ്പിക്കലും ഫോട്ടോ എടുക്കലും അവളുടെ ഡ്രസ്സിങ്ങിലും ഒക്കെ. പക്ഷെ ഐശ്വര്യക്ക് ഇപ്പോൾ പെൺകുട്ടിയല്ല ആൺകുട്ടിയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ ഐശ്വര്യ എല്ലാം ചെയ്ത് പഠിച്ചത് ആമിയുടെ അടുത്തായിരുന്നു. അതെ, എക്സ്പെരിമെന്റ് ആമിയുടെ അടുത്തായിരുന്നു. പിന്നെ യുവിയുടെ കാര്യത്തിൽ യുവി ഐശ്വര്യ ഒരേ ടൈപ്പ് സ്വഭാവമുള്ള കുട്ടികളല്ലാതാണ് തോന്നുന്നത് ചെറിയ കുട്ടിയാകുമ്പോഴുള്ളത്. ചെറിയ കുട്ടിയാകുമ്പോൾ ഐശ്വര്യ യുവിയുടെ അത്ര ശാന്ത സ്വഭാവമായിരുന്നില്ല. പക്ഷെ യുവി എന്തായാലും നല്ല മിടുക്കനാണ്. വലിയ ബഹളങ്ങളൊന്നും ഇല്ല, എല്ലാവരോടും നല്ല സന്തോഷത്തോടെ പെരുമാറുന്ന കുട്ടിയാണ്. എന്തായാലും ഇപ്പോൾ 1 വയസ്സിലേക്ക് എത്തി. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ യുവി.
തുടക്കത്തിൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു 12-1 മണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതേ ലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ ലഞ്ച് സ്പെഷ്യൽ. ഇത്തവണ മെനു ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയും വിഷ്ണുവും കൂടെ കേട്ടോ. കഴിഞ്ഞ തവണ യുവിയുടെ അറൈവൽ പാർട്ടിക്ക് നമ്മൾ വെജിറ്റേറിയൻ അറേഞ്ച് ചെയ്യാൻ മറന്നുപോയി എന്നുള്ളത് വലിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയിൽ തന്നെ 2-3 വെജിറ്റേറിയൻസ് ഉണ്ട്, എന്നിട്ട് പോലും നമ്മൾ മറന്നുപോയി. അപ്പോൾ അങ്ങനത്തെ തെറ്റെല്ലാം തിരുത്തിയും കൊണ്ടാണ് ഇത്തവണ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഫുഡിനെ പറ്റിയിട്ട് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും യുവിനെ പറ്റിയിട്ടുള്ള മെമ്മറീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോൾ ഞാൻ അധികം എഡിറ്റ് ചെയ്യാതെ തന്നെയാണ് കേട്ടോ ഇവിടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും നിങ്ങൾ പറയാറുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ റോ ആയിട്ട് വീഡിയോസ് കാണാനാണ് ഇഷ്ടം എന്നുള്ളത്. അതുകൊണ്ട് വലിയ എൻ്റെ എഡിറ്റിങ്ങിൻ്റെ കഴിവൊന്നും ഞാൻ പുറത്തെടുത്തിട്ടില്ല. പിന്നെ സമയം കണ്ടുപിടിച്ച് ദീപ ചേച്ചിയും രമ്യ ചേച്ചിയും ഒക്കെ ഈ ഒരു പരിപാടിക്ക് വന്ന് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമുക്ക് അവിടെയുള്ള ആൾക്കാർ ഇവിടെ നമ്മുടെ ഫാമിലിയോടൊപ്പം ജോയിൻ ചെയ്യുക എന്നുള്ളൊരു പ്രത്യേക ഫീലല്ലേ. അമ്മു ചേച്ചി അച്ചേച്ചിയും കൂടെ വരേണ്ടതായിരുന്നു, പക്ഷെ അവർക്ക് ലാസ്റ്റ് മിനിറ്റ് കുറച്ച് വേറെ എൻഗേജ്മെൻറ്റ്സ് കാരണം എത്തിപ്പെടാൻ പറ്റിയില്ല. യുവീനായിട്ട് ഞാൻ വിചാരിച്ച 1-2 നല്ല ഫോട്ടോസ് ഉണ്ടായിരുന്നു, അത് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ചെറുതായിട്ടൊന്ന് താഴെ വന്നിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച 1-2 ഫോട്ടോസ് എടുക്കാൻ പറ്റുമെന്നുള്ളത്. കാരണം ഇപ്പോൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇതൊരു ലൈഫ് ലോങ് മെമ്മറി ആയിട്ട് അവിടെ കിടക്കുമല്ലോ. നിങ്ങൾ ചിലപ്പോൾ ഈ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് കേക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ കുട്ടി ഇങ്ങനെ അതിൻ്റെ അടുത്തോട്ട് വരുന്ന രീതിയിൽ കൈകൾ മാത്രം കാണിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഇല്ലേ, അതാണ് നമ്മളിവിടെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം കഷ്ടപ്പെട്ടെങ്കിലും ഏകദേശം നമുക്ക് ആ രൂപത്തിലോട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ ഇവർ ഒപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. എറണാകുളത്തുനിന്ന് യുവിയുടെ ബർത്ത്ഡേ കൂടാൻ വേണ്ടി വന്ന കേട്ടോ. റീജാരെന്ന് അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ വീട് മൊത്തം മേക്ക് ഓവർ ചെയ്ത് റെനോവേഷൻ കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ക്ലൗഡിയ ഡിസൈൻസ് എന്നാട്ടോ പറയുന്നത്. ഇൻസൈഡ് സ്റ്റോറി അത്രയ്ക്ക് വരുന്നില്ല, പേര് മാറ്റാൻ പറ്റുമോ? ക്ലൗഡിയ ഡിസൈൻസിലേക്ക്. അപ്പോൾ റീജ തിരിച്ചു പോവുകയാണ്. വന്നവരെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? അടിപൊളിയായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. കുഞ്ഞു പരിപാടിയായിരുന്നു. ആകെ ഒരു നമ്മൾ 30-35 അതെ ആൾക്കാരിൽ ചെറിയൊരു പരിപാടി. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഫംഗ്ഷൻസ് അധികം ഇഷ്ടം. അതല്ല നമുക്ക് ഭയങ്കര സംസാരിക്കാനും അതെ നമുക്ക് അങ്ങനെ ഭയങ്കര ഒന്നും കാണിക്കേണ്ട, നമുക്ക് നമ്മളായിട്ട് നിൽക്കാനും വെൽക്കം ചെയ്യണ്ട. ഞാൻ ഇപ്പോൾ കഴിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, വന്നു കഴിച്ചു കണ്ടോ. അങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒന്നും നമ്മുടെ ഇടയിൽ ആവശ്യമില്ലാത്ത കുറച്ച് ആൾക്കാർ. അതാണ് ഞാൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ എനിക്ക് യുവീനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടീം വേണമായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത് അവിടുത്തെ ബേബി ഷവറിൻ്റെ അത് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം യുവിക്ക് ചേരുന്നൊരു കാര്യം വൺ ഹാപ്പി ബോയ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ അതന്നെയാണ് സെയിം. എനിക്ക് അത് ഹിയർ കംസ് ദ സൺ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഹിയർ ഇസ് ദ സൺ. അത് അങ്ങനെ. അപ്പോൾ ടാറ്റ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടൊക്കെ കുറച്ച് തിരക്കായത് കാരണമാണ് ഈ ഒരു കാര്യം പറയാൻ നീണ്ടു പോയത്. ഞാൻ പുളിമൂട്ടിലൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അൽമറ ബൈ പുളിമൂട്ടിൽ. എനിക്കറിയില്ല അത് എവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഞാൻ കുറച്ച് ടെൻസ്ഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ കുറച്ച് ആങ്ഷ്യസ് ആയിരുന്നു. എങ്ങനെയാണ് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ. പല ഓപ്പർച്യൂണിറ്റീസും വന്നിട്ടുണ്ടെങ്കിലും ഞാൻ നാട്ടിലില്ലാത്തത് കാരണം എനിക്ക് അങ്ങനത്തെ ഷൂട്ടൊന്നും ഇതുവരെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ചെയ്ത സമയത്ത് എങ്ങനെയാണ് സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുടെ റെസ്പോൺസ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ എനിക്ക് ഒരു സംശയമുള്ളൊരു കാര്യമായിരുന്നു. എങ്ങനെ നിങ്ങളത് എടുക്കുക എന്നുള്ളത്. അതിൻ്റെ റെസ്പോൺസ് കണ്ട ഒരു ദിവസം ഞാനിരുന്ന് കരഞ്ഞു. ഞാൻ അമ്മയുടെ അടുത്തും വിഷ്ണുവിൻ്റെ അടുത്തും ഒക്കെ പറയുമായിരുന്നു. എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ടും താങ്ക്ഫുള്ളായിട്ടും ഒക്കെ ഫീൽ ചെയ്യുന്നു. കാരണം ആ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിലാണെന്നുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി വന്ന മെസ്സേജസ് ആണെന്നുണ്ടെങ്കിലും അത്ര സപ്പോർട്ടീവായിട്ടാണ് നിങ്ങൾ ഓരോരോ ആൾക്കാരും അതിൽ കമൻറ്റ് ചെയ്തതും എന്നെ മോട്ടിവേറ്റ് ചെയ്തതും എന്നെ ആ ഒരു വീഡിയോയിൽ അംഗീകരിക്കും ആക്സെപ്റ്റ് ചെയ്യും ഒക്കെ ചെയ്തത്. ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അതിൻ്റെ ഒപ്പം തന്നെ യുവിയുടെ ബർത്ത്ഡേക്ക് എത്ര മെസ്സേജസാണ് എനിക്ക് വന്നതെന്നുള്ളത് അറിയാൻ പറ്റില്ല. യുവീനെ നിങ്ങൾ പലരും ഒരു തവണ പോലും കണ്ടിട്ടില്ലെങ്കിലും എത്രത്തോളം നിങ്ങൾ യുവീനെ ഇഷ്ടപ്പെടുന്നു, എന്നെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജസ് അതിലുണ്ടായിരുന്നു. വിഷ്ണുവിനെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും താങ്ക് യു സോ മച്ച്. മെസ്സേജ് ചെയ്ത ഓരോ ആൾക്കാർക്കും എൻ്റെ ഹൃദയത്തിൽ ഞാൻ അത്രയും സ്നേഹത്തിൽ താങ്ക്സ് പറയുകയാണ്. താങ്ക് യു. ആളെ പരിചയപ്പെടുത്താറുണ്ട് കേട്ടോ. ഇത് അൻസാർ. നമ്മൾ എപ്പോൾ തൊട്ട് ഒരുമിച്ച് പഠിച്ചതാ? 1ാം ക്ലാസ്സോ? 1ാം ക്ലാസ്. ചെറിയൊരു ഗ്യാപ്പ് വന്നെങ്കിലും ഞങ്ങൾ എന്നും ടച്ചിലായിരുന്നു. അപ്പോൾ 1ാം ക്ലാസ് തൊട്ടിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിനെ നിങ്ങൾ കണ്ടിട്ടില്ല. കോളേജ് സ്കൂളിലെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിരുതാ. 1ാം ക്ലാസ് തൊട്ടിട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ് അൻസാർ. ഇപ്പോൾ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. നീ എന്തിനാ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്?
ഓർത്തോല്. അൻസാറിൻ്റെ വൈഫ് പീഡിയട്രീഷ്യനാണ്, ഇപ്പോൾ യുവിയുടെ പേഴ്സണൽ ഡോക്ടറാണ്. എനിക്ക് ഓരോ യുവി തുമ്മി എന്താ ചെയ്യേണ്ടത്, യുവി അത് ചെയ്തു എന്താ ചെയ്യേണ്ടത്, വളരെ പീസ്ഫുള്ളായിട്ട് എനിക്ക് ഹൗസ് എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് അൻസാർ എന്നെ വ്ളോഗിൽ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞങ്ങൾ പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ശത്രുക്കളായിരുന്നു, കുറച്ച് അടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നിങ്ങൾ രണ്ടുപേരുടെ എടുത്തോട്ടാവും. എന്താ കഴിച്ചത്? ആ ഉറക്കെ പറയണം, എന്നാലേ കേൾക്കുള്ളൂ. എല്ലാം കഴിച്ചോ? ചോറും കൂട്ടാനും ഒക്കെ കഴിച്ചോ? നല്ലായിരുന്നോ? യുവിനെ കണ്ടോ? ബർത്ത്ഡേക്ക് വിഷ് ചെയ്തോ? ഇത് വിഷ്ണുവിൻ്റെ കോളേജ് ഫ്രണ്ട് ഉണ്ട്, ഷംലിക്കിൻ്റെ മോളാട്ടോ. പേര് പറയോ? അനം ഹേസൽ. അനം ഹേസൽ. ഓ, അടിപൊളി പേരാണല്ലോ. എങ്ങനെയുണ്ട് ഫുഡ്? എന്നിട്ട് സത്യം പറയാം, വെജിറ്റേറിയൻ ഒരുപാട് ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. വെജിറ്റേറിയൻ കഴിഞ്ഞ തവണ നമ്മള് അറൈവൽ ഓഫ് യുവാൻ പരിപാടിക്ക് വെജിറ്റേറിയൻ വെക്കാൻ മറന്നു. അപ്പൊ പലർക്കും ഭക്ഷണമില്ല, അതുകൊണ്ട് ഇത്തവണ നമ്മൾ വെജിറ്റേറിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോൺ വെജിറ്റേറിയൻസിനെ തഴഞ്ഞു. ആണോ? നല്ലതാണോ ഫുഡ്? എല്ലാം കഴിക്കാൻ പോവാ. ആണോ? ഗുഡ് ഫുഡാ? It is pretty good. I didn't like the thing that What thing? Paneer. I didn't like the paneer lot. Okay. You like the paneer? എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇപ്പൊ നീ ബ്ലഷ് ഇട്ടോ? പെട്ടെന്ന് ചുവന്ന് തുണ്ടത്തങ്ങട്ട്. നല്ല ഫുഡാണോ? നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാം നല്ലതുണ്ട്. ആണല്ലേ? ഞാൻ കഴിച്ചു നോക്കിയോട്ടെ. ഞാനിവിടെ സൂപ്പ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്റെ പുത്രന്റെ സമ്മാനമാണ്. കടിച്ചങ്ങോട്ട് ചിക്കൻ 65 അടിച്ചങ്ങോട്ട് പറിച്ചോളഞ്ഞു. കടിന്നൊക്കെ പറഞ്ഞാ ഞാനിപ്പോ ഇത് ഇവിടെ ഫുൾ റെഡ് ആയിട്ടിരിക്കുക. ഞാനിപ്പോ റിയാക്ഷൻ കൊടുക്കാതിരിക്കുക, കാരണം റിയാക്ഷൻ കൊടുത്താൽ കൂടുതൽ കടിക്കുക. അല്ലേ, അവൻ എന്നെ ഒന്ന് കടിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അവന് കടി കിട്ടിയില്ല. ഇറച്ചി ഇത്തിരി കൂടുതലുള്ള കാരണം. നമ്മള് നഖമുള്ളവരുടെ ഭക്ഷണം കഴിക്കാനുള്ള പാട് നോക്കി വെക്ക. നഖമൊക്കെ സൈഡിൽ ഊരി വെച്ചു. ആയുധമൊക്കെ വെച്ച് കീഴടങ്ങി. എനിക്ക് വെക്കാൻ 2 ഉള്ളൂ, ബാക്കി മുഴുവൻ എവിടേക്കോ പോയി. വയറ്റിൽ പോയിട്ടുണ്ടാവും. അത് ഊരി വെച്ചു. അതെ, ഫിഷ് മോളുടെ ഒപ്പം മിക്സ് ആയി അറിയ പോലും ഇല്ല കേട്ടോ, ഒരേ കളറാണ്. അയ്യോ, അങ്ങനെ ചെയ്യില്ല. യുവി കേക്ക് എടുത്തിട്ട് ഒറ്റയ്ക്ക് കഴിക്കും. യുവി കഴിക്കാൻ പോവാണ് കേട്ടോ. ഇത് യുവിയുടെ സ്പെഷ്യൽ കേക്കാണ്. എത്രയൊക്കെ ഷുഗർലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുറത്തത്തെ ആ ക്രീമിന് കുറച്ച് മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബർത്ത്ഡേയുടെ ദിവസമല്ലേ, ചെറുതായിട്ടൊന്ന് കഴിച്ചോട്ടെ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ആ വിചാരത്തിന്റെ ആവശ്യം വല്ലാതെ ഉണ്ടായില്ല കേട്ടോ. യുവിയുടെ കയ്യിൽ ആ കേക്ക് മൊത്തമായി കഴിഞ്ഞപ്പോഴേ ഒട്ടും ആ ഫീൽ ഇഷ്ടപ്പെട്ടില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്തു നമ്മളോട് തുടച്ചു തരാൻ വേണ്ടിയിട്ട്. പക്ഷെ തുടച്ചു കൊടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ എങ്ങനെയെങ്കിലും ഒന്ന് കയ്യിൽ നിന്ന് കളഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ളൊരവസ്ഥയായി. ഞാൻ ഈ ഒരു ബോർഡ് കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നേ. ജനിച്ചപ്പോൾ തൊട്ടിട്ട് ഇപ്പതേ 1 വയസ്സ് വരെയുള്ള ഫോട്ടോ ഒരു ബോർഡിൽ ഇങ്ങനെ കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമോഷനാണ് കേട്ടോ. അടിച്ചു മാറ്റി കൊണ്ടുപോകും കേട്ടോ. വളരെ ചെറിയൊരു സാധനം, ആരും കാണാതെ അവിടെ കൊണ്ടുപോകാൻ. അമ്മായിയമ്മയുടെ കവർച്ചയ്ക്ക് കൂട്ടു നിൽക്കുന്ന മരുമോൻ. ഈ ഡോൾസ് ഒക്കെ നമുക്ക് കൊണ്ടുപോകാം. നമ്മള് ടേബിളിന്റെ സെന്ററിൽ വെക്കാൻ വേണ്ടി വാങ്ങിയതാട്ടോ. വേണ്ടേ? എടുത്തു 2 നമ്മുടെ അങ്ങനെ പാർട്ടി കഴിഞ്ഞു. ആംസ്റ്റർഡാമിലാണെങ്കിൽ നമ്മൾ ഈ ഹോള് മുഴുവൻ അടിച്ച് വൃത്തിയാക്കി തൂത്ത് ഇല്ല, ചില സ്ഥലങ്ങളിൽ നമുക്ക് ക്ലീനിങ് കോസ്റ്റ് കൊടുത്ത് അവർ ചെയ്യും. അല്ലാത്ത സ്ഥലങ്ങളിൽ എന്നാലും നമ്മൾ മിനിമം നീറ്റാക്കിയിട്ട് വേണം ഇറങ്ങാൻ. ഇവിടെ നമ്മൾ മിനിമം നീറ്റാക്കിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ അവിടെയാണെങ്കിൽ അടിച്ച് തുടച്ച് വൃത്തിയാക്കി ബാക്ക്. അവസാനത്തെ ടീം നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപർണയുടെ ഗൗൺ നല്ല രസമുണ്ട്, ആമിയുടെ ഗൗൺ നല്ല രസമുണ്ട് അല്ലേ? കടിച്ച് എൻ്റെ ഒരു ഷോൾഡർ മറ്റേ ചുവന്ന നോക്കി നോക്ക്.
ഞാൻ ഇപ്പൊ എക്സ്പ്രഷൻ കൊടുക്കാതിരിക്കുക, കൊടുത്താൽ കൂടുതൽ കടിക്കിച്ചിട്ട്. ഇത്ര സന്തോഷ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മൊത്തത്തിൽ പരിപാടി? അപ്പോ പ്രധാനമായിട്ടൊരു പരിപാടി ഫുഡ് വിജയിച്ചിരുന്നു. എന്നാ ഇനി അടുത്ത ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇന്നാരും ജയിക്കും? അർജന്റീനയാണോ ബ്രസീലാണോ എന്ന് ചോദിക്കുക? കണ്ടറിയാം. ബ്രസീലൊന്നുമില്ല. അർജന്റീന മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ, അല്ലാതെ മറ്റേ ടീം ഏതാ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇന്ന് അർജന്റീനയും സ്പെയിനും ആണ്. ലക്ഷ്മി അമ്മ കളിക്കുന്നുണ്ട്. ലക്ഷ്മി അമ്മാൾ മറ്റേ ആ ഒരു റീലില്ലേ, നമുക്ക് മനസ്സിലായി ഏതാന്ന്? ഒരു തമിഴ് ലേഡി പറയണ മാപ്പിളേ ലക്ഷ്മി അമ്മാൾ. അപ്പൊ നമുക്ക് വീട്ടിൽ പോവാം, വീട്ടിൽ നിന്ന് കാണാം. അങ്ങനെ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ 2 കാറിലായി തിരിച്ച് നമ്മൾ വളാഞ്ചേരി പോവാണേ. ഇന്ന് രാത്രി 9 മണിക്ക് വൈശാഖ് സാർക്കും മൽക്കയ്ക്കും ഫ്ലൈറ്റ് ഉണ്ട് കാലിക്കറ്റിന് ബാംഗ്ലൂരിലോട്ട്. ഇന്ന് അവർ വൈകുന്നേരം പോവാണ്. അമ്മമ്മേനെയും വെല്ലച്ചനെയും കാണാൻ വേണ്ടി പോവാണേ. രാവിലെ പോണ വഴിക്ക് കയറാനുള്ളൊരു സമയം കിട്ടിയില്ല, ധൃതിയായി പോയി ആകെ ഇറങ്ങാൻ. അപ്പോൾ അമ്മമ്മേനെയും വെല്ലച്ചനെയും ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക്. അൽഖ മാം ഇസ് ഗോയിങ്. പോവല്ലേ? After 2 weeks of vacationing in Kerala. ഓഗസ്റ്റിന് തിരിച്ചു വരുമല്ലേ? അപർണ കല്യാണത്തിന് വരുമോ? അപർണയുടെ കല്യാണം കല്യാണം കൂടാൻ സാഹചര്യം സന്ദർഭം ഒക്കെ അനുസരിച്ച് വരും. ഇത് ഡീമാമാണ്, നല്ല രസമല്ലേ? ഓടിന്റെ പാത്രം, ഗ്ലാസ്, സ്പൂണ്, കുടം. ഇതിൽ യുവി കഴിച്ചില്ലെങ്കിലും ഞാൻ കഴിക്കും. എനിക്കിഷ്ടം അങ്ങനത്തെ സാധനങ്ങളൊക്കെ. എനിക്കിങ്ങനെ സ്റ്റീല്, ഓട്, അതൊക്കെ എനിക്കിഷ്ടമുള്ള. ആ ചെറുതായിരുന്നു. ഞാൻ കളയാൻ ഇത്ര കാര്യമായിട്ടൊരു സാധനം കൊണ്ടുതരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. ഓക്കെ ബൈ. ഇല്ല വരും, ഓഗസ്റ്റിലേ വരും. ഞാൻ പറഞ്ഞവര് കണ്ടൊരു പുച്ചിക്കലാണ് അവര്. വിശ്വസിക്കില്ല അങ്ങോട്ട് വരും. ഞാൻ ഉമ്മ പോയിക്കോളാം പെട്ടെന്ന്. ഗിഫ്റ്റ് ഞാൻ ഗിഫ്റ്റ് എല്ലാം പൊളിച്ചു. എനിക്ക് ഗിഫ്റ്റ് ഇങ്ങനെ പെട്ടിയിലിരിക്കുന്ന ഇഷ്ടമല്ല, പെട്ടെന്ന് അറിയണം എന്താ. ആർക്ക് കിട്ടിയതാണെങ്കിലും സാധനം വാങ്ങിക്കുകയാണെങ്കിലും ഗിഫ്റ്റ് പൊളിക്കുകയാണെങ്കിലും ഞാൻ അവിടെ ഉണ്ടായിരിക്കണം. 2 പെട്ടി ഇങ്ങനെ കൊണ്ടിറക്കും. അപ്പം അങ്ങനെയല്ലേ നമ്മുടെ പ്ലാൻ ആക്ച്വലി ഇപ്പൊ നമ്മൾ അത്രയൊന്നും നടക്കൂല. നമ്മള് ഇപ്പോ ഇവരിറങ്ങുകയാണെ നമ്മുടെ പ്ലാൻ ആക്ച്വലി നമ്മളൊപ്പം ഇറങ്ങുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ട് ഇനി തൊട്ട് ഒരാഴ്ച കോഴിക്കോടാണ്. ഒരാഴ്ച എന്തായാലും കോഴിക്കോടാണ്. നമ്മൾ ഞാൻ പറഞ്ഞില്ല, അധികം എനിക്ക് നിൽക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതൊരു അവസരമാക്കിയെടുത്ത് നമ്മളവിടെ നിന്ന് ട്രിപ്പും പോകുന്നുണ്ട്. അവിടെ പ്രതുവേട്ടനും വിധുവും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഫാമിലി ട്രിപ്പ് ഉണ്ട്. അതിരപ്പള്ളി 2 ഡേയ്സ് ട്രിപ്പ് ഉണ്ട്. പിന്നെ അത് കൂടാതെ 1 വീക്ക് ഒക്കെ കഴിഞ്ഞ് ഇനി മെല്ലെയാണ് വളാഞ്ചേരിയിലോട്ടുള്ളോ. എന്താ അലമ്പ് കൂട്ടരുത്, തല്ലുണ്ടാക്കരുത്, കച്ചറയാക്കരുത്. വിഷ്ണുവിനെ കളിയൊക്കെ കേട്ടോ. അന്ന് പോയപ്പോ പല്ലുവേദന, പിന്നെ നടുവേദന, പിന്നെ സ്വഭാവം ഓൾറെഡി വിഷ്ണുവിന്റെ അമ്മ വരെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് പഴക്കമുള്ള സോളാണ്. ബൈ ബൈ. അയ്യോ താൻ ഇവിടെ കമോൺ. വിഷ്ണു അറിയാതെ ബായൊക്കെ പറഞ്ഞ് കയറിപ്പോയിരുന്നു കേട്ടോ. ഇവിടെ കമോൺ, തന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. ടാറ്റാ ടാറ്റാ. അങ്ങനെ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായി. അൽക്കിയും വൈശാഖ് സാറും കൂടെ പോയി. മമ്മി നല്ല രസമല്ലേ? ഇന്ന് യുവിക്ക് കിട്ടിയൊരു ടോയ് ആണ് കേട്ടോ. അങ്ങനെ റൂം മൊത്തം ഏകദേശം കാലിയാക്കി. ശരിക്ക് ആളൊഴിഞ്ഞൊരു പൂരപ്പറമ്പ് പോലെ. ഇത് ഞാൻ ഇന്ന് ഡ്രൈ ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ബാക്കി ഇതേ കൊണ്ടുവന്ന ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ആ ടേബിളിൻ്റെ മുകളിൽ. അതിന് ഏകദേശം ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ബാക്കി നമ്മൾ ക്ലീൻ ആക്കുമായിരിക്കും.
ഞാൻ വീണ്ടും കന്നാസും കടലാസും വേഷത്തിൽ കയറിയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം വാങ്ങിയാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ടീഷർട്ട് ഏതാണെന്ന് വെച്ചതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി എടുത്ത് നമ്മൾ ഇവിടുന്ന് സ്ഥലം വിടുകയാണ്. പേഴ്സ് ആവശ്യമുണ്ട്. പേഴ്സ് ഞാൻ നന്നാവാൻ കൊടുത്തു, അത് വേണമെന്ന്. ഇറങ്ങാൻ നേരത്തെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ആയത് കാരണം വലിയ ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം 1 മണിക്കൂറിൽ താഴെ തന്നെ നമ്മൾ കോഴിക്കോടെത്തി. എന്തായാലും ഈ ഒരു ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം തനി മലയാളി. ടാറ്റാ, പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ.